ഉള്ളിൽ നിറഞ്ഞ ഭക്തിയോടെ വരുന്ന ആർക്കും ഹൃദയം തുറന്ന് സ്വന്തം സങ്കടങ്ങൾ പറയുവാൻ തക്ക ശാന്തിയും സമാധാനവുമുള്ള ഒരു ക്ഷേത്രം. ലോകസഞ്ചാരിയായ സുബ്രഹ്മണ്യസ്വാമിയാണ് ഇവിടത്തെ കാരണവർ. കർക്കശക്കാരനാണെങ്കിലും കാരുണ്യമൂർത്തി. വിശാലമായ ചുറ്റുവളപ്പ്, കുളം, ഉപദേവതമാർ, അങ്ങനെ മനസ്സ് തണുക്കുവാനുള്ള എല്ലാം ഇവിടെയുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗങ്ങളിൽ ഒന്നായ ഉള്ളൂരാണ് ഈ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ അത്ഭുതം കൂറുന്നവരുണ്ടാകും. ശരി, ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പുണ്യപുരാതനമായ ക്ഷേത്രത്തിൽ ഒരു ഗജവീരനുണ്ട്. കാര്യം തുറന്നു പറയുകയാണെങ്കിൽ ആളല്പം പിശകാണ്, സ്വല്പം മൊട, ഒരു പൊടിക്ക് കൂടുതലാണ് പല കാര്യങ്ങളും. ഏവനെങ്കിലുമൊക്കെ പൊത്തു ചാടി വന്നിട്ട് എന്നെയും കൊണ്ട് നടക്കാമെന്ന് കരുതിയാൽ ആ പൂതി അങ്ങ് മനസ്സിലിരിക്കട്ടെ എന്ന മട്ട്. ഈ ഭൂമിയിലുള്ള സകലമാന ജനങ്ങളും തന്നോടൊന്ന് മുട്ടി നോക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നാണ് ഇവൻ്റെ വിചാരം. കമ്പനി അടിക്കാൻ കൂടുന്ന മീശ മുളയ്ക്കാത്ത പൈതലുകളെ അടിമുടി ഒഴിഞ്ഞു നോക്കി ഓടിച്ചു വിടുന്ന അണ്ണന്മാരുടെ ഭാവം. പിന്നെ നിങ്ങളിങ്ങനെ പഴവും ശർക്കരയും ഒന്നും തന്ന് എന്നെ മയക്കാൻ നോക്കണ്ട. വല്ലതും തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നിട്ട് വേഗം സ്ഥലം കാലിയാക്കിക്കോ. ഇതൊക്കെ കുറേ കണ്ടതാ എന്ന് പറയാതെ പറയുമ്പോൾ എങ്ങനെ അടുക്കാൻ പറ്റും? ഇവനാണ് ഉള്ളൂർ കാർത്തികേയൻ. മെയ്ച്ചങ്ങലയും ഇടച്ചങ്ങലയും മുട്ടുചങ്ങലയും പോരാത്തതിന് ഇവനെ കൊണ്ടു നടക്കാൻ കൊമ്പുചങ്ങല കൂടി വേണം. ഇപ്പം മനസ്സിലായില്ലേ ഇദ്ദേഹത്തിൻ്റെ പവർ? ചില്ലറ കക്ഷിയൊന്നുമല്ല, ഒന്നൊന്നരയാണ് ഐറ്റം. തല്ലുകൊണ്ടവരും പരലോകം പൂകിയവരും ആയുസ്സിൻ്റെ വലിപ്പം കൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുമെല്ലാം ധാരാളം. അതൊക്കെ വഴിയേ പറയാം. ഇപ്പോൾ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോളൂ. എവിടെയെങ്കിലും വെച്ചൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നിയാൽ നോക്കിയും കണ്ടു നിൽക്കാമല്ലോ. വെറുതെ ചെന്ന് വേലിയിലിരിക്കുന്നതിനെ എടുത്ത് തലയിൽ വെക്കണ്ട. പറഞ്ഞു വന്നാൽ ചില മനുഷ്യരുടെ സ്വഭാവവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ. വെട്ടൊന്ന് തുണ്ടം രണ്ട്, നേരെ വാ നേരെ പോ എന്നൊക്കെയുള്ള മട്ട്. ഈ ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും നന്മ നിറഞ്ഞവരും പരോപകാരികളും സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞവരുമായിരിക്കണമെന്ന് ആശിക്കുന്നത് തന്നെ തെറ്റല്ലേ? കുറച്ച് കുഴപ്പക്കാരും കുറേ നല്ലവരും നല്ലവരാകാൻ ശ്രമിക്കുന്നവരുമൊക്കെയായി സമ്മിശ്രമായിട്ടാണല്ലോ പ്രപഞ്ചം. കാർത്തികേയൻ്റെ കാര്യം പറയുമ്പോഴും അത്രയൊക്കെയേ ഉള്ളൂ. ഇവൻ ആരെയും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിക്കാറില്ല. ഇങ്ങോട്ട് വന്നാൽ ഒട്ടും വിടുകയുമില്ല. മാന്യമായിട്ടാണ് ഇവനോടുള്ള ഇടപാടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ മടക്കി കിട്ടും. ഈ പ്രദേശത്തുകാരുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഉള്ളൂർ ശ്രീബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു ആനയെ വേണമെന്നുള്ളത്. വൃശ്ചിക മാസത്തിലും അതുപോലെ തന്നെ ഉത്സവകാലങ്ങളിലും സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്വന്തമായ ഒരു ഗജവീരനെ ഇവിടെ എഴുന്നള്ളിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് മാവേലിക്കര ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് കാർത്തികേയനെ നാട്ടുകാരുടെ ചെലവിൽ വിലയ്ക്ക് വാങ്ങി ക്ഷേത്രത്തിൽ നടക്കി വയ്ക്കുന്നത്. അന്നു മുതൽ ഈ പ്രദേശത്തിൻ്റെ ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കാർത്തികേയൻ. കാർത്തികേയൻ്റെ ബാല അവസ്ഥയിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അവൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ ഉള്ളൂർ പ്രദേശത്തുകാർ അവനോട് ചൊരിഞ്ഞിരിക്കുന്ന വാത്സല്യവും പരിലാളനയും കൂടിക്കൂടി വന്നു. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തലയെടുപ്പുള്ള ഐശ്വര്യമുള്ള ശാഠ്യങ്ങളൊന്നും വളരെയധികമില്ലാത്ത ഗജങ്ങളിൽ ഒരു ഗജമായി മാറുവാൻ കാർത്തികേയന് കഴിഞ്ഞു.